നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ ഒരു BSF ജവാൻ കൂടി വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന രാംബാബു പ്രസാദാണ് മരിച്ചത്. പട്നയിലെ സിവാൻ ജില്ലയിലെ വാസിൽപൂർ ഗ്രാമമാണ് രാംബാബുവിന്റെ സ്വദേശം. 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു രാംബാബുവിന്റെ വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം വീണ്ടും ഡ്യൂട്ടിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ജവാന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്. രാംബാബുവിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ സംസ്കരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മെയ് 9-നാണ് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ജവാന് പരിക്കേൽക്കുന്നത്. രാംബാബുവിന് പരിക്കേറ്റെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ അടക്കമുള്ള ബന്ധുക്കൾ ജമ്മു കാശ്മീരിൽ എത്തിയിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിലാണ് രാംബാബു പ്രസാദ് വിവാഹിതനായത്. അവധി കഴിഞ്ഞ് തിരികെ ജോലിയിൽ പ്രവേശിച്ചിട്ട് അധികം നാളുകളായിരുന്നില്ല. സൈനിക സേവനം നടത്തണമെന്ന് കുട്ടിക്കാലം മുതൽ രാംബാബു ആഗ്രഹിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നത് മകന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നുവെന്ന് പിതാവ് രാംവിചാർ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിയോഗം താങ്ങാനാവാത്തതാണ്, എന്നാൽ മകൻ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചതിൽ അഭിമാനമുണ്ടെന്നും പിതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതേസമയം പാക് സൈനികർ കസ്റ്റഡിയിലെടുത്ത ജവാൻ പൂർണം കുമാർ ഷായെ വിട്ടയച്ചു. ഇന്ന് രാവിലെയോടെയാണ് ഇന്ത്യയുടെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ സൈനികനെ വിട്ടയക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്.